ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യാണ്. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ മാരത്തോൺ പ്രോഗ്രാം ആണ്. ഇന്നലെ നമ്മള് 1K എത്തിയില്ലേ? ഇന്ന് അതുക്കും മേലെ ആവണം. ഓക്കെ, കാരണം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം, നമുക്ക് കിട്ടുന്ന ഈ ഒരു ബെനിഫിറ്റ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക്, നമുക്കറിയാം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, അവരുടെ രാവിലെ മുതൽ എഴുന്നേക്കുന്നത് മുതൽ ഈ നെഗറ്റീവ് തോട്ടുകളായിട്ട് ഇങ്ങനെ നടക്കുന്ന നമ്മളെപ്പോലെ അല്ലെ, നമ്മളും അങ്ങനെ ആയിരുന്നു ആളുകൾക്കൊക്കെ ഈ ഒരു ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ രാവിലെ തന്നെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുമ്പോൾ, അതുപോലെ ഒരുപാട് നല്ല നോളജുകൾ ലഭിക്കുമ്പോൾ അത് അവർക്ക് വളരെയധികം നിങ്ങളെ എന്നും ഓർക്കുന്ന തരത്തിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴേ ഒരു ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല അല്ലെ. നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്, നമ്മൾ അവരെ ഒരിക്കലും മറക്കില്ല. ഞാൻ ഏത് ത്രൂ ആണ് ഈ ഒരു ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആര് ത്രൂ ആണ് ഞാൻ ഇതിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ് പലരും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട് അല്ലെ. അപ്പോ നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും നമുക്ക് മാക്സിമം നമ്മുടെ കഴിയുന്ന ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കെല്ലാം ഇതിന്റെ ലിങ്ക്സ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തിനെ കുറിച്ചാണ്? ഇന്നലെ നമ്മൾ ആരോഗ്യം നേടിയില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് നേടാൻ പോകുന്നത്? ഇന്ന് നമ്മൾ നേടാൻ പോകുന്നത് അതെ വെൽത്ത് ആണ്. വെൽത്തി ജേണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്. ഇന്നലെ ഹെൽത്തി ജേണി ആയിരുന്നു, ഇന്ന് വെൽത്തി ജേണിയാണ് അല്ലെ. വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറയാം. നമ്മൾ പറയും അവരാണ് എനിക്ക് ഇമ്പോർട്ടന്റ്, ഇവരാണ് ഇമ്പോർട്ടന്റ്. പക്ഷേ പണം എന്ന് കേട്ടാൽ പിണവും വാപ്പിളർക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകാരം കിട്ടുള്ളൂ, റെസ്പെക്റ്റ് കിട്ടുള്ളൂ. ഈവൻ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും, ഒരമ്മയ്ക്കാണെങ്കിൽ പോലും പണമുള്ള മക്കളും പണമില്ലാത്ത മക്കളും എന്നുള്ള കുറെ പേരിട്ടോ, എല്ലാവരും എന്നല്ല, ആ ഒരു സ്റ്റാറ്റസ് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതുള്ളത് തന്നെയാണ് അല്ലെ. ഏത് രീതിയിലാണ് അവർ പണം ഉണ്ടാക്കിയെന്നൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ പണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ പണം എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്ന ഈ മണി എന്ന് പറയുന്ന പൈസ മാത്രമല്ല അല്ലെ, കറൻസിയോ കോയിൻ അത് മാത്രമൊന്നല്ല സമ്പത്ത് എന്ന് പറയുന്നത്, വെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഒരു നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അതും നമ്മുടെ സമ്പത്ത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് സമ്പത്തുകൾ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഈ വെൽത്തിന്റെ ഈ ജേണിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സാർ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ സാറിനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവുകളോടെ ഞാൻ വെൽക്കം ചെയ്യാണ്. പ്ലീസ് സർ. Thank you, Taslina ma'am. Thank you all for being here in this Mega Marathon training program. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലെ. നമ്മളെല്ലാവരും ഇന്നലെ ഗംഭീരമായുള്ളൊരു തുടക്കമായിരുന്നു ഹെൽത്തി ജേണി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ അധികം നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള, ഏറ്റവും അത്യാവശ്യമുള്ള വെൽത്ത്, സമ്പത്ത് അല്ലെ. ഏറ്റവും വലിയ സമ്പത്ത് എന്താ നമ്മൾ പഠിച്ചില്ല. ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണെന്നാ പഠിച്ചത്? കുറച്ച് ആളുകളൊക്കെ ആരോഗ്യം. വെരി ഗുഡ്, വെരി ഗുഡ്.
എന്റെ ശബ്ദം എല്ലാവരും ക്ലിയർ കേൾക്കുന്നു അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. ക്ലിയർ ആണ്. ഓക്കെ. ഏറ്റവും വലിയ സമ്പത്ത് ഹെൽത്ത് ആണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ചില ആളുകൾ ഇത് പറയുമ്പോൾ എന്താ അറിയോ? നല്ല ആരോഗ്യം ഉണ്ടായാൽ മതിയല്ലോ, ഏറ്റവും വലിയ സമ്പത്ത് അതാണല്ലോ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ചില ആളുകളിൽ നമ്മൾ കാണുന്ന ഒരു ബ്ലോക്കും ഉണ്ട്. അതാ ഞാൻ സംസാരിക്കുന്നത്. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. എല്ലാം ഉണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ആസ്വദിക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. ശരിയാണ്. എന്നാൽ അതേ സമയം നമുക്ക് ആവശ്യമുള്ള, ആഗ്രഹമുള്ള, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ആ ലൈഫ് നമുക്ക് നേടണമെങ്കിൽ, അങ്ങനെ ലൈഫ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട, വളരെ ബേസിക് ആയിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വെൽത്ത് അഥവാ പണം. പല രീതിയിൽ പറയാം അല്ലെ? വെൽത്ത് എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമല്ലല്ലേ? ആണോ? വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന കറൻസികളോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ ഗോൾഡോ ഇത്തരം സാധനങ്ങൾ മാത്രമല്ല. ഇത് വെൽത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് അല്ലെ? ക്യാഷ് ആയിട്ട് കാണുന്നു, ഗോൾഡ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ അസറ്റുകളായി കാണുന്നു. പല രീതികളിലും നമ്മൾ വെൽത്ത് കാണുന്നു, അസെറ്റ്സ്. എന്നാൽ ഈ അസറ്റുകൾക്ക് അപ്പുറത്തേക്ക്, ഫിസിക്കൽ അസറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മൾ സാധാരണ എന്തൊക്കെയാണ് വെൽത്തില് എണ്ണാറുള്ളത്? ടൈപ്പ് ചെയ്യോ? സാധാരണഗതിയിൽ നമ്മൾ വെൽത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എണ്ണാറുള്ളത്? ഒന്ന് നമ്മളുടെ ക്യാഷ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാഷ് അല്ലെ? റൈറ്റ്. പിന്നെന്താ നമ്മള് പറയൂ? ക്യാഷ്. പിന്നെ നമ്മള് ലാൻഡ്, ഭൂമി. പിന്നെ ഗോൾഡ്, പ്രോപ്പർട്ടി അല്ലെ? റൈറ്റ്. സാധാരണഗതിയിൽ നമ്മൾ എണ്ണുന്ന കാര്യങ്ങളാണ് ഈ ഒരു വെൽത്ത്. എന്നാൽ ഇത് വെൽത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. എന്നാൽ ഈ കാണുന്ന ഗോൾഡ് ആവട്ടെ, ക്യാഷ് ആവട്ടെ, ബാങ്ക് ബാലൻസ് ആവട്ടെ, പ്രോപ്പർട്ടി ആവട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് അസറ്റുകളാവട്ടെ, എല്ലാറ്റിന്റെയും ബേസ് എന്ന് പറയുന്നത്, എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങള് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? പറയൂ. മൈൻഡാണ്, ഹൃദയമാണ്, സമൃദ്ധിയാണ്. അതെ, ജോയ് ആണ്. ശരിക്ക് പഠനങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ജോയ് അല്ലെ? പീസ് ഓഫ് മൈൻഡ്, ജോയ് ഓഫ് മൈൻഡ്, റൈറ്റ്? ഹാപ്പിനെസ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ജോയ് ഓഫ് ലൈഫ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടുണ്ടാവുന്ന, ഈ വെൽത്ത് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അല്ലെ? നമ്മുടെ ലൈഫിൽ വെൽത്ത് നേടിയാൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മളെ ഇത് നേടാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട് അല്ലെ? നമുക്ക് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം, ആ സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ലൈഫിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സന്തോഷമാണ്, ഒരു സുഖമാണ്. ആത്യന്തികമായ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, സന്തോഷം, സുഖം. അതാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ് ഫുൾഫിൽമെന്റ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക എന്നതിനും അപ്പുറത്തേക്ക് നമുക്കുണ്ടാവേണ്ട ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് എന്നൊരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നേടിയ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ജോയ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ യഥാർത്ഥ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. നമ്മൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ക്യാഷ് ഉള്ള, വെൽത്തി ആയുള്ള, നമ്മൾ പേരെടുത്ത് പറയുന്ന സമ്പന്നരായുള്ള ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരെല്ലാവരും സമ്പന്നരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? പുറമേ കാണുന്നത് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു സമ്പന്നതയുണ്ട്. ആ സമ്പന്നത എന്ന് പറയുന്നത് അതിന്റെ പേരാണെന്ത്? അങ്ങനെ ഒരു സമ്പന്നതയുടെ പേരാണെന്ത്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വാക്കെന്ന് പറയും. എന്താണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച വാക്ക്? യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ വെൽത്തിന്റെ അല്ലെ, ഉള്ളിൽ അനുഭവിക്കുന്ന വെൽത്തിന്റെ പേരാണെന്ത്? നിറവ് എന്ന് പറയുന്ന
എന്താണ് ആ വാക്ക്? ഇപ്പൊ നമ്മൾ പറയുന്ന യെസ്, ഫുൾഫിൽമെന്റ്. വെരി ഗുഡ്, ഫുൾഫിൽമെന്റ്. ഇത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം. ഇത് നേടിയ ഹാപ്പിനെസ് അതിന്റെ ഭാഗമാണ്. ആത്മനിർവൃതി എന്ന് പറയുന്നത് യെസ്, ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന വാക്കാണ്. വെരി ഗുഡ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യോ നിങ്ങൾ? അപ്പൊ നമുക്ക് സംസാരിക്കാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്? പറയൂ, ടൈപ്പ് ചെയ്യൂ. നിറവ് എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞ അവസ്ഥ. വെരി ഗുഡ്. ആത്മസംതൃപ്തി എന്ന് പറയുന്നു. സാറ്റിസ്ഫൈഡ്, സംതൃപ്തി. വെരി ഗുഡ്. ഹാപ്പിനെസ്, ഹൃദയം കൊണ്ടുള്ള ആനന്ദം, തൃപ്തി, ഹാപ്പിനെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചുകൂടെ. കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ്. വെരി ഗുഡ്. വല്ലാത്തൊരു സമാധാനം, പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, അല്ലെ? യെസ്, സാറ്റിസ്ഫാക്ഷൻ, സമാധാനം, എല്ലാത്തിലും സമാധാനം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും അറിയാം ജോയ്, ഈ ഒരു ശാന്തിയാണ്, ഈ സമാധാനമാണ്, ഈ സന്തോഷമാണ്, ഈ പൂർണ്ണത. യെസ്, മറ്റൊരു വാക്കാണ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. പൂർണ്ണത അല്ല, പെർഫെക്ഷൻ എന്നൊക്കെ പറയില്ലേ? നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു സംതൃപ്തിയും സന്തോഷവും ഇല്ലാതെ കാരണം എന്താ? ഇല്ല എന്നൊരു തോന്നലാണ്, അല്ലേ? റൈറ്റ്? ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് ലഭിച്ചില്ല. റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ ആഗ്രഹിച്ച സമ്പത്ത് എനിക്ക് ലഭിച്ചില്ല. പിന്നെന്താ പറയാ? പിന്നെന്താ പറയൂ, നിങ്ങൾ എന്താ ലഭിച്ചില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ല, അല്ലെ? പിന്നെന്താണ്? പറയൂ, നിങ്ങൾ എന്താ ലഭിച്ചില്ല എന്ന് മനസ്സിൽ പറയുന്നത്? ഓ, നിങ്ങൾ ആരും അങ്ങനെ പറയുന്ന ആളുകളല്ല. വെരി ഗുഡ്. ലൈഫ് ആഗ്രഹിച്ച ജീവിതം തന്നെ ലഭിച്ചിട്ടില്ല, ആഗ്രഹിച്ച ജോലി ലഭിച്ചിട്ടില്ല, ആഗ്രഹിച്ച ഫാമിലി ലൈഫ് ലഭിച്ചിട്ടില്ല. തൊട്ടടുത്ത ആൾ ഇരിക്കുന്നുണ്ടോ? ആഗ്രഹിച്ച ഭാര്യയെ ലഭിച്ചിട്ടില്ല, ആഗ്രഹിച്ച ഭർത്താവിനെ ലഭിച്ചിട്ടില്ല, മക്കളെ ലഭിച്ചിട്ടില്ല, ആഗ്രഹിച്ച വീട് ലഭിച്ചിട്ടില്ല. പറയ് കമാണ്, വരട്ടെ. അടുത്ത ആളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, അടി കിട്ടണ ഞാൻ ഉത്തരവാദി ആവില്ലേ? എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കും. ആഗ്രഹിച്ച വീട് ലഭിച്ചിട്ടില്ല, ഇങ്ങനെ ഇല്ല, ആഗ്രഹിച്ച ആരോഗ്യം ലഭിച്ചിട്ടില്ല, കുടുംബജീവിതം ലഭിച്ചിട്ടില്ല. അടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ഉത്തരവാദിയാവില്ല. സംതൃപ്തി ലഭിച്ചിട്ടില്ല, സമാധാനം ലഭിച്ചിട്ടില്ല. സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല സാറേ എന്നൊക്കെ പറയാറുണ്ട് ഓരോരുത്തരെ. കല്യാണം കഴിച്ചാലെങ്കിലും കിട്ടും ഞാൻ വിചാരിച്ചിരുന്നു, അതും കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലേ ലഭിച്ചിട്ടില്ല. പാപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് ലഭിച്ചിട്ടില്ല, ഫാദറിന് ലഭിച്ചിട്ടില്ല, ഫാമിലി ലഭിച്ചിട്ടില്ല. അവസാനം കല്യാണം കഴിക്കാൻ ആരൊക്കെയോ വലിയ സ്വപ്ന കൊട്ടാരങ്ങൾ പറയും, കല്യാണം കഴിച്ചാൽ ഭയങ്കര സന്തോഷാവൂട്ടോ. അവസാനം അവിടെയും അതാ കിടക്കുന്നു, എന്റെ ജീവിതം തീർന്നു സാറേ, ഞാൻ എന്തിനാണ് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാനൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ഞാൻ ചെയ്ത് കൂട്ടിയതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഫലമാണോ, അതിന്റെ കർമ്മഫലമാണോ ഞാൻ അനുഭവിക്കുന്നത്, അല്ലേ? ചിന്തിക്കാറില്ലേ? പ്രത്യേകിച്ച് ലോ ഓഫ് കർമ്മയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. കർമ്മഫലമാണ്, അല്ലെ? അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ വരുന്നില്ല. പക്ഷെ കർമ്മങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, നമുക്ക് ആ ഫുൾഫിൽമെന്റ് എന്ന സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? പൂർണ്ണമായിട്ടും പറ്റു ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു യാത്ര ആയിരിക്കും. എങ്കിൽ പോലും അത് വലിയ തലത്തിലേക്ക് എത്തിയില്ലെങ്കിലും അതിന്റെ ഒരു, പണ്ടാരോ പറഞ്ഞ പോലെ, ചാരത്തിലൂടെയെങ്കിലും നടക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ, അല്ലേ? അതിന്റെ അടുത്തേക്കെങ്കിലും എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ, അല്ലെ? പെട്ടെന്ന് നമുക്ക് ഇമോഷണൽ ആവുന്ന സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ വരിക, ഇമോഷണൽ മെച്യൂരിറ്റി എന്നൊക്കെ പറയും, അല്ലെ? എന്താണ് ഒരു വൈകാരികമായുള്ള പക്വത. ആളുകൾ പെട്ടെന്ന് നമ്മോട് പറയുമ്പോൾ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന, ദേഷ്യപ്പെടുന്ന, പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ലൈഫിൽ പലപ്പോഴും ഡൗൺ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ എനർജിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു സമാധാനം കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റെസിലിയൻസ് പറയാറുണ്ട്. എന്താ റെസിലിയൻസ് എന്ന് പറയുന്നത്? തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥ. ഡൗൺ ആയി പോയാലും, അല്ലെ? ഡൗൺ ആയി പോയാലും തിരിച്ചു വരാൻ കഴിയുന്ന നമ്മുടെ ആ ഒരു മാനസികമായുള്ള വെൽ ബാലൻസ്ഡ് എന്നാ പറയാ, ഒരു ബാലൻസ്ഡ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാ പറയുന്നത്? ഇതാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ കയ്യിൽ കിട്ടുന്ന ക്യാഷ് ആണ് സമ്പത്ത് എന്ന് തെറ്റിദ്ധരിച്ച് കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ കുറെ ക്യാഷ് ലഭിച്ചാൽ എന്റെ ലൈഫിൽ സമാധാനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ക്യാഷ് ലഭിച്ചാൽ നിങ്ങൾക്ക് ആ ക്യാഷ് കൊണ്ടുള്ള ചില കാര്യങ്ങൾ ആ സമയത്ത് നടത്താൻ കഴിയുന്നല്ലാതെ ആ ക്യാഷ് കൊണ്ടുള്ള നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ്, ആ അനുഭവം, അല്ലെ, അത് ഉപയോഗിച്ചുണ്ടാവുന്ന ലൈഫിൽ ഉണ്ടാവുന്ന സുഖാവസ്ഥ
നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഇന്റേണൽ വേൾഡിലാണ്, ഇന്നർ വേൾഡിലാണ്, അകം ലോകത്താണ് എന്ന് മനസ്സിലാക്കുക. ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാരേജിന് ശേഷം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ക്ലിയർ അല്ലേ? എല്ലാറ്റിനും നമുക്കത് ഷിഫ്റ്റ് ചെയ്യും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിനെയും നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. നത്തിങ് ഈസ് പെർമനന്റ്, നത്തിങ് ഈസ് കോൺസ്റ്റന്റ്. ഈ ലോകത്തൊന്നും കോൺസ്റ്റന്റ് അല്ല, പെർമനന്റ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇല്ല, നമ്മൾ ഇന്നത്തെ വിഷയം സമ്പത്തായതുകൊണ്ട് പറയാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, ക്യാഷ് ഇല്ല, വിചാരിച്ച രീതിയിൽ സമ്പത്ത് വരുന്നില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതെന്റെ കേവലം ചിന്ത മാത്രമാണെന്നും ആ ചിന്തയെ എനിക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും ആ ചിന്തയെ ഷിഫ്റ്റ് ചെയ്തെടുക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിന്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം എനിക്ക് മാറ്റി എഴുതാൻ പറ്റുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിന്റെ ശക്തിയിലേക്ക് വരണം. ദാറ്റ് ഇസ് എ പവർ. നമുക്കുള്ള ഏറ്റവും വലിയ പവർ അതല്ലേ, ദ പവർ ഓഫ് ചോയ്സ്. ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തമ്പുരാൻ നമുക്ക് കനിഞ്ഞേകിയ വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള ശേഷിയാണ്. അല്ലെ, മനസ്സ്. അകത്ത് ആ ഒരു വിത്തിട്ടിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ അയച്ചത്. മറ്റുള്ള പല ജീവജാലങ്ങൾക്കും ഒരാൾക്കും നൽകാത്ത വലിയ ഒരു സമ്പന്നത, ഒരു നിധി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ അയച്ചത്. ആ നിക്ഷേപത്തെ, ആ നിധിയെ, ആ നിധി പേടകത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഫുൾഫിൽമെന്റ്. അതിനറിയണം, അതിനെ ഇന്റേണലി നമ്മൾ അറിയാൻ നമുക്കത് പറ്റും. അത് അറിയണമെങ്കിൽ അതൊരു ജേണിയാണ്. അതാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ ജേണി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ജേണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്, ആ പൂർണ്ണതയിലേക്കുള്ള യാത്ര, പെർഫെക്റ്റ് ആയുള്ള ആ ഒരു ജീവിതാനന്ദത്തിലേക്കുള്ള യാത്ര അല്ലെ നമ്മൾ തേടുന്നത്. ആ സമ്പത്തായാലും അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ആണെങ്കിലും മറ്റ് വിജയങ്ങളാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ആത്യന്തികമായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആ പൂർണ്ണമായുള്ള സമാധാനവും സന്തോഷവും സ്നേഹവുമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ, കളഞ്ഞു പോയ നിധി തേടുന്നത് പോലെയാണ്, കളഞ്ഞു പോയ എന്തോ ഒരു വസ്തു തേടുന്നത് പോലെയാണ് നമ്മൾ നമ്മളെ കണ്ടെത്താനുള്ള യാത്ര. അതെ, ഇത് നമ്മളുടെ സെൽഫ് റിയലൈസേഷൻ ജേണിയാണ്. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താനുള്ള യാത്രയാണ്. ആ ഒരു യാത്രക്കിടയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം മാത്രമാണ് വെൽത്ത് എന്ന് മനസ്സിലാക്കുക. അല്ലെ, യാത്ര സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെൽത്ത് വേണം, സമ്പത്ത് വേണം, ക്യാഷ് വേണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ആ വെൽത്ത് എന്ന് പറയുമ്പോൾ അത് താൽക്കാലികമായി ലഭിക്കുന്ന ആ ഒരു വെൽത്ത്, അത് താൽക്കാലികമാണെങ്കിൽ അത് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം എന്താ? അൾട്ടിമേറ്റ് വെൽത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ജീവിതമാകുന്ന ഈ മനോഹരമായുള്ള ഈ ഒരു യാത്രയിൽ, സുഗമമായുള്ള മുന്നോട്ടുള്ള ആ യാത്രക്ക് നമുക്ക് എന്ത് വേണം? അത് വേണം. ആ വെൽത്ത് വേണം, ആ ക്യാഷ് വേണം, ആ സമ്പത്ത് വേണം. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ കുറെ ആളുകള് ചാറ്റ് ബോക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം വിറ്റ് തൊലഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി സാറേ, ഞാൻ എന്താ ചെയ്യാ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നും പോയിട്ടില്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് ബാഹ്യമായുള്ള അതിന്റെ പ്രഭാവം മാത്രമാണ്. ശരിക്കും മനസ്സിലാക്കുക. എന്താണ്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് നഷ്ടപ്പെട്ടു, ക്യാഷ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു വാക്ക് വരുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. ശരിക്കും മനസ്സിലാക്കണേ, അവബോധമില്ലായ്മയിൽ നിന്നാണ്. കാരണം ഒന്നും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നഷ്ടപ്പെടുന്നു എന്നത് ആ ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ ഒരിക്കൽ പരാജയപ്പെട്ട ആളുകളല്ലേ? എല്ലാം തീർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു എന്ന് ഒരു കാലത്ത് അല്ലെ വിധി എഴുതിയ ആളുകൾ മുഴുവനായിട്ടും എഴുതി തള്ളിയ, നിരന്തരമായിട്ട് വിമർശിച്ച് ഒറ്റപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തിയ കഥകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടതല്ലേ? ഒരുപാട് വിജയികളുടെ അനുഭവങ്ങൾ, വിജയിച്ച ആളുകളുടെ അനുഭവങ്ങൾ വായിക്കാത്തവർ ചുരുക്കമല്ലേ? അവിടെയൊക്കെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, എനിക്ക് കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ അതിജയിച്ചു വന്നവരാണ്. പക്ഷെ ലോകം മുഴുവനും അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? വേണ്ട, വെറുതെ ഈ പണിക്ക് നിൽക്കണ്ട,
കഴിയില്ല, നിന്നെ കൊണ്ട് അത് പറ്റില്ല, എന്തിനാ നീ ശ്രമിക്കുന്നേ, അവര് ചെയ്തു, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു, ലോകത്ത് പല ആളുകളും ചെയ്തിട്ട് ഒരിക്കലും വിജയിക്കാത്ത ഈ കാര്യമാണോ നീ പരീക്ഷിക്കുന്നത്, വെറുതെ നീ നഷ്ടപ്പെടുത്തണ്ട എന്ന് ആളുകൾ നിരന്തരമായിട്ട് ഉപദേശിച്ചില്ലേ? അത്തരം ആളുകൾ ഉപദേശിച്ചിട്ടില്ലേ? നിങ്ങളെയും തളർത്തിയിട്ടില്ലേ? അല്ലെ? നിങ്ങൾ ഒരുപാട് ആളുകൾ തളർത്തി തോന്നില്ലേ? നിങ്ങളെ ഉപദേശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും തോന്നില്ലേ? യഥാർത്ഥത്തിൽ ഇത് ഉപദേശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനുള്ള അവസരമാണെന്ന് തിരിച്ചറിയുക. കാരണം ഇത് നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന അവസരങ്ങളാണ്. കാരണം നിങ്ങളെ പരീക്ഷിക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള വെൽത്ത് റിയൽ ആണോ എന്ന് പരീക്ഷിക്കുകയാണ്. എന്താണ്? ഇന്റേണൽ വെൽത്ത് സ്ട്രോങ് ആണോ? നിങ്ങളുടെ ഇന്റേണൽ വെൽത്ത് സ്ട്രോങ് ആണോ? ശക്തമായുള്ള മനസ്സാണ് നിങ്ങളുടെ യഥാർത്ഥ വെൽത്ത്. അതാണ് നിങ്ങളുടെ വെൽത്ത്. ആ വെൽത്ത് സ്ട്രോങ് ആണോ? പവർ ആണോ? നിങ്ങൾ യെസ് ഓർ നോ പറയൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വെൽത്തിന് ശക്തിയുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ചാറ്റ് ബോക്സിൽ വരൂ. ഉള്ളിലുള്ള വെൽത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്ന ആളുകൾ യെസ് പറയൂ, യെസ് പറയൂ. നിങ്ങളുടെ ഉള്ളിലുള്ള വെൽത്തിന് ശക്തിയുണ്ട് എന്ന് പറയാൻ എന്താണ് ഉള്ളിലെ വെൽത്ത്? ആരെന്തൊക്കെ പറഞ്ഞാലും ഡൗൺ ആവുന്ന ഒരു എനർജി ലെവലാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്തില്ല. കാരണം വെൽത്തിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ എനർജിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ആ ഹൈ എനർജി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം മൊത്തം എനർജിയാണെന്ന് സയൻസ് പറയുന്നു അല്ലെ? ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ആളുകൾ എനർജി അറിഞ്ഞുകൊണ്ട് അതിൽ എഫേർട്ട് എടുത്ത് അതിലേക്ക് അർപ്പിച്ചുകൊണ്ട് അതിന് സമയവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അധ്വാനിച്ച് സ്കില്ല് നേടി ഒരുപാട് ആളുകൾ ആ ഇന്റേണലി ഉള്ള വെൽത്ത് കണ്ടെത്തിയ മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ ആത്മനിർവൃതി അനുഭവിക്കുന്ന, ആത്മസായുജ്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? എന്നാൽ അത് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് എണ്ണം കുറവായിരിക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്? പരാജയപ്പെട്ട അത്തരം ആളുകളെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ നമ്മൾ കാണാതെ പോകുന്ന വലിയ റിയാലിറ്റി ഉണ്ട്. വിജയിച്ച ആളുകൾ ഈ ഒരു ഫുൾഫിൽമെന്റ്, ഈ ഇന്നർ വെൽത്ത് കണ്ടവരാണ്. ഈ ഫുൾഫിൽമെന്റ് അതിലേക്ക് എത്തിച്ചേർന്നവരാണ്. കാരണം അവർ ഉൾക്കൊള്ളുന്ന ഒരു തലമുണ്ട്, ഒരു ബോധതലമുണ്ട്. അതാണ് എവറിത്തിങ് ഈസ് എനർജി എന്ന് പറയുന്ന തലം. ആ എനർജിയെ വെൽത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് ഉള്ളിൽ അനുഭവിക്കുന്ന ഈ ഊർജമാണ്, അനന്തമായുള്ള ശക്തിയാണ്. ഈ അനന്തമായുള്ള ശക്തി എല്ലാവരിലും ഉണ്ട് എന്ന് മാത്രമല്ല, അത് എന്നിലും ഉണ്ട്. അതാണ് അവബോധത്തിന്റെ ശക്തി. ആ വെൽത്ത് എന്നിലും ഉണ്ട്. എനിക്ക് ആ വെൽത്തിനെ കണ്ടെത്താൻ കഴിയും, ആ ഒരു എനർജിയെ കണ്ടെത്താൻ കഴിയും. അതാ വെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതെ, എന്താണ് കോൺഷ്യസ്നെസ് അല്ലെ? അവബോധം, അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിന് ശക്തിയുള്ളവർക്ക് മാത്രമേ ലോകത്ത് വെൽത്ത് നേടാൻ കഴിഞ്ഞുള്ളൂ. അല്ലാതെ പുറമേ സംസാരിക്കുന്ന ആൾക്കല്ല ഞാൻ അത് നേടും, ഞാൻ ഇത് നേടും ഡയലോഗ് അടിച്ച ആളുകള് പല ആളുകളും എവിടെയും എത്തിയിട്ടില്ല. നിങ്ങൾ ആളുകളോട് അങ്ങനെ സംസാരിക്കണം യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഇന്റേണലി നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഇത് സംസാരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടോ എന്നുള്ളത് സ്വയം ചോദിക്കണം. എനിക്ക് സ്വയം ചോദിക്കണം. മറ്റുള്ള ആളുകൾ പറയുന്നതല്ല, എൻ്റെ ഉള്ളിൽ ഈ വെൽത്തിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടോ? അതെ, അത് ആ ഒരു നിറവ്. ഇവിടെ ആരോ ടൈപ്പ് ചെയ്തില്ലേ, വെൽത്ത് എന്ന് പറയുന്നത് ഇന്റേണലി അനുഭവിക്കുന്ന, അകമേ അനുഭവിക്കുന്ന നിറവിന്റെ പേരാണ് ഫുൾഫിൽമെന്റ്. ഇറ്റ് ഈസ് എ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അതൊരു മൈൻഡ് സെറ്റ് ആണ്. പിന്നെ എന്താണ് മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത? പിന്നെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ, പിന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ കഴിയുള്ളൂ. പിന്നെ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഓരോ സ്റ്റെപ്പിലും, ഓരോ ചുവടയിലും, ഓരോ ചിന്തയിലും, വികാരത്തിലും, പ്രവൃത്തിയിലും, സ്വഭാവത്തിലും, പെരുമാറ്റത്തിലും, എല്ലായിടത്തും, ശീലത്തിലുമെല്ലാം നമുക്ക് അത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എവിടെയും വെൽത്ത് മാത്രം കാണാൻ കഴിയുന്ന, എവിടെയും സമ്പത്ത് മാത്രം കാണാൻ കഴിയുന്ന, ഏത് വ്യക്തിയിലും, സാഹചര്യത്തിലും, സന്ദർഭത്തിലും, എല്ലാറ്റിലും എത്ര ദാരിദ്ര്യം പിടിച്ച കാഴ്ചയാണെങ്കിലും, അതാ ശ്രദ്ധിക്കേണ്ട കേട്ടോ, എത്ര മോശം പിടിച്ച കാഴ്ചയാണെങ്കിലും അവിടെ വെൽത്താണ് കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ നമുക്കറിയില്ലേ, കൊറോണ കാലത്ത് കുറെ ആളുകൾ ഡൗൺ ആയി പോയെങ്കിലും നല്ലൊരു വിഭാഗം ആളുകൾ കൊറോണയിൽ റിച്ചായ മില്ലിയനേഴ്സ് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സൂം എന്നുള്ള പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടർ എറിക് യുവാൻ, അറിയോ നിങ്ങൾക്ക് എത്ര ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ മൾട്ടി ബില്യണർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളിൽ പല
ആളുകളും കാണാത്ത വലിയൊരു അവസരം. കൊറോണയ്ക്ക് 8 വർഷം മുന്നെയാണ് സൂം എന്ന പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ആലോചിക്കുക, അന്ന് അദ്ദേഹം ഇത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആര് ഉപയോഗിക്കാനാ, നിങ്ങൾ എന്താ പറയുന്നത്, ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു കാലം വരുമോ എന്നാണ് ചോദിച്ചത്. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് എല്ലാ മീറ്റിങ്ങും എല്ലാ പ്രോഗ്രാം എല്ലാം കിടക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇതാണ് ഫുൾഫിൽമെന്റ് ഉള്ള ആളുകളുടെ പ്രത്യേകത. അവർക്കത് മുൻകൂട്ടി കാണാൻ കഴിയുന്നു, അത് മുൻകൂട്ടി അനുഭവിക്കാൻ കഴിയുന്നു. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. അപ്പൊ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അതൊരു മൈൻഡ് സെറ്റ് ആണ്, അതൊരു ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ്, അത് ഉള്ളിൽ നിറവാണ്, അത് ഉള്ളിൽ ആ സമ്പത്ത് അനുഭവിക്കലാണ്. യഥാർത്ഥ സമ്പന്നത അകത്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ്. എക്സ്റ്റേണൽ വെൽത്ത് എന്ന് പറയുന്നത്, പുറമേ കാണുന്ന ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്റേണൽ വെൽത്തിന്റെ ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ. അത് ഉള്ളിൽ അനുഭവിക്കുന്ന സമൃദ്ധിയുടെ പ്രഭാവം മാത്രമാണ്, തിരിച്ചറിയാനുള്ള കഴിവാണ്. അപ്പൊ ഉള്ളിൽ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇത് അത്തരം ഒരു എക്സ്റ്റസി, അതൊരു എന്താ പറയാ, നമ്മള് വല്ലാത്തൊരു സുഖം, ആത്മസുഖം അതിൽ നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, പല ആളുകളും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിക്കാത്തവർ വളരെ കുറവ്. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്താണ്, എന്ത് മാറുന്നില്ല? ആ സെയിം കോൺഷ്യസ്നെസ് ആണ്, സെയിം ബോധതലത്തിലായിരിക്കുന്നത്. ആ ബോധതലം മാറ്റിയിട്ടില്ല, അല്ലെ? ലൈഫിൽ റിസൾട്ടിലാണ് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നത്, അല്ലെ? റൈറ്റ്. സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ സമ്പത്ത് ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക്, ഉള്ളിലുള്ള ആ സമ്പന്നത എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ക്ലിയർ അല്ലേ പറയുന്നത്? ഉള്ളിലുള്ള നിറവ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അത് എത്താത്ത ആളുകളുടെ പ്രത്യേകത എന്താ? ഉള്ളിൽ ഈ നിറവെത്താത്ത ആളുകളുടെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉള്ളിൽ നിറവെത്താത്ത ആളുകളുടെ പ്രത്യേകത എന്താണ്? അവരെപ്പോഴും കംപ്ലൈൻസ് പറയുന്ന ആളുകളായിരിക്കും. ശരിക്കും മനസ്സിലാക്കിയോളൂ കേട്ടോ. എപ്പോഴും കംപ്ലൈൻസ് പറയും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ, എനിക്ക് അത് ലഭിച്ചില്ല, ഇത് ലഭിച്ചില്ല എന്നുള്ള പരാതികൾ ഉള്ളിൽ. ആളുകളോട് പറയണമെന്നില്ല, ഉള്ളിൽ പറഞ്ഞാൽ മതി, അല്ലെ? ആളുകളോട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഉള്ളിൽ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകത എന്നും പരാതി പറയുന്ന സ്വഭാവക്കാരായിരിക്കും, എന്നും പരിഭവങ്ങൾ പറയും, എന്നും ദാരിദ്ര്യത്തെ കുറിച്ച് പറയും. അതൊക്കെ ഈ സാറ് വെറുതെ പറയാട്ടോ. സാറിന് പറയാലോ. സാറ്, അങ്ങനെ ഒരു സാറും ഇല്ല, അങ്ങനെ ഒരാളും ഇല്ല. ആ ഒരു സ്ക്രാച്ചിൽ നിന്നാണ് ഞാനും തുടങ്ങിയത്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷനിൽ വെറും 6 പേരിൽ നിന്നാണ് ക്ലാസ് തുടങ്ങിയത്. നിങ്ങൾക്കറിയില്ല, പല ആളുകൾക്കും അറിയാം. ഇപ്പം 1000-ഓളം ആളുകളാണ് ഇവിടെ കാണുന്നതെങ്കിൽ വെറും 6 പേരിൽ തുടങ്ങിയതാണ്. അന്ന് 6 പേർക്ക് ക്ലാസ് എടുത്തപ്പോ ഞാൻ കണ്ടത് 6 പേരെയല്ല. നിങ്ങൾ മനസ്സിലാക്കുക, അന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അന്ന് വെറും 6 പേരാണ്. പക്ഷേ അന്ന് 6 പേരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് 6 പേരെയാണെങ്കിൽ എന്റെ ഉള്ളിൽ ഞാൻ കണ്ടത് 1000 പേരെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഉള്ളിൽ ഇത് എനിക്ക് പറ്റിയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പറ്റും. നിങ്ങളോടൊക്കെ പറയാനുള്ള ഇത് മാത്രമാണ്. ഇത് ഈ ഒരു വെൽത്തിന്റെ ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു മെസ്സേജ് ഇതാണ്. അന്ന് കണ്ടത് 6 പേരാണെങ്കിൽ അന്ന് പല ആളുകളും പറഞ്ഞു, ആര് വരാനാ, നിനക്ക് എന്തിന്റെ സൂക്കേടാ, ആരെങ്കിലും വരോ, നിന്റെ കോഴ്സൊക്കെ പഠിക്കാൻ അന്ന് കളിയാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ഞാൻ നിറഞ്ഞ പുഞ്ചിരിയോടെ, ആ നിറവില്ലെന്ന് ഞാൻ പുഞ്ചിരിച്ചു. എന്റെ ഉള്ളിലുള്ള നിറവ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പുഞ്ചിരിച്ചത്. അവർ വിമർശനങ്ങൾ അതെനിക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. എന്താണ് ഡോസ്? എന്നെ ടെസ്റ്റ്, എന്റെ പരീക്ഷിക്കുകയാണ്. കാരണം എന്റെ ഉള്ളിലുള്ള വെൽത്ത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ, അതോ ഞാൻ പുറമേ വെറുതെ ഡയലോഗ് അടിക്കുകയാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി ദൈവം തമ്പുരാൻ എന്നെ പരീക്ഷിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ ശക്തിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു, യെസ്, എന്റെ ഉള്ളിൽ യഥാർത്ഥ വെൽത്ത് ഉണ്ട്, യഥാർത്ഥ സമ്പത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സിറ്റുവേഷൻ വരുന്നു. ഇത് നമ്മുടെ ലൈഫ് ജേണിയെ, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 8 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളമുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവോൾവിങ്. അതാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇത് ഒരു അവസ്ഥയിൽ മറ്റൊരു അവസ്ഥയിലേക്കുള്ള ചേഞ്ച് ആണ്. അതെ, അന്നത്തെ ഒരു ചിന്താ ലെവലുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്. ആ ചിന്താ ലെവലിനനുസരിച്ച് മാത്രമേ എനിക്ക് നേടാൻ പറ്റുള്ളൂ. എങ്കിൽ ആ കോൺഷ്യസ്നെസ്
അന്ന് തന്നെ അത് ഇന്നുണ്ടാക്കിയ ചിന്തയല്ല, അന്ന് ഞാൻ അനുഭവിച്ച അതിന്റെ മുന്നേ പോയൊരു ചിന്താ ലെവൽ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മൾ പോയൊരു ചിന്താ ലെവലിന്റെ റിസൾട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ വെൽത്തിന്റെ ആ മൈൻഡ് സെറ്റ്, ആ കോൺഷ്യസ്നെസ്, ആ ബോധതലത്തെ ബോധപൂർവം ഉയർത്തേണ്ടതുണ്ട്. എന്താ മനസ്സിലാക്കേണ്ടത്? ആ ബോധതലത്തെ നമ്മൾ ബോധപൂർവം ഉയർത്തേണ്ടത്. അതാരും വന്ന് ഉയർത്തി തരില്ല. എനിക്കും വന്ന് അവിടെ ചെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മാറ്റാൻ കഴിയില്ല. ഇത് പറയാനേ പറ്റുള്ളൂ, ഇത് സംസാരിക്കാനേ പറ്റുള്ളൂ, ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങളെ ചോയ്സ് ആണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞത് കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല. ഇത് കേട്ട് എത്രത്തോളം ഇന്റേണലി നിങ്ങൾ അകത്തോട്ടെടുക്കുന്നോ, എത്രത്തോളം സീരിയസ് ആയിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യുന്നോ, എത്രത്തോളം സീരിയസ് ആയിട്ട് ഇത് പ്രാക്ടിക്കലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നോ, ദാറ്റ്സ് ഓൾസോ ദ പാർട്ട് ഓഫ് വെൽത്ത് മൈൻഡ് സെറ്റ്. അതും ഫുൾഫിൽമെന്റിൽ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതെ, പേഷ്യൻസ് മൈൻഡ് സെറ്റ് ആണ്, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണ്, വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആണ്, കാത്തിരിക്കുമ്പോഴും ആ മനസ്സുഖം അനുഭവിക്കുന്ന മൈൻഡ് സെറ്റ് ആണ്. അതെ, പ്രണയത്തിൽ നമ്മൾ പറയാറില്ല, പ്രണയിനിയെ ലവറെ കാത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ കാത്തിരിപ്പിന്റെ സുഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ കവിതകളിലെ? അതെ, ആ കാത്തിരിപ്പിന്റെ സുഖമാണ് വിജയികളുടെ വെൽത്ത് മൈൻഡ് സെറ്റ്. അല്ലെ, ആ ലക്ഷ്യം മാത്രമല്ല അവർക്ക് ആസ്വദിക്കുന്നത്. അല്ലെ, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. സാധാരണക്കാരും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾക്ക് സാധാരണക്കാര് ആ അവസാനത്തെ റിസൾട്ട് മാത്രമേ, അല്ലെ, അത് കിട്ടിയാൽ മാത്രമേ ഹാപ്പി ആവുള്ളൂ എന്ന് അവർ പറയാം. ഞാൻ ആഗ്രഹിച്ച വീട് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഹാപ്പി അല്ല. ഞാൻ ആഗ്രഹിച്ച സമ്പത്ത് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ഹാപ്പി അല്ല. ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ഹാപ്പി അല്ല എന്നാണ് അവർ ഉള്ളിൽ പറയാം. അവർ പുറമേക്ക് ഹാപ്പി ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ അല്ല 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 ഇല്ല 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 എന്നൊരു സാധനം അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പുറമേക്ക് അഭിനയിച്ചത് കാര്യമില്ല, ഉള്ളിൽ ക്ലീൻ ആക്കണമെങ്കിൽ അത്രയും ആഴത്തിൽ പ്രാക്ടീസ് വേണം. ഞാൻ പറഞ്ഞു, ഇത് വെറുതെ അല്ല, കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻഡ് പ്രാക്ടീസ്. ഇന്നലെ പറഞ്ഞില്ലേ, ഓരോ ദിവസം നമ്മൾ പറയുന്ന ക്ലാസ്സിൽ പറയുന്നതാണ്, കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആൻഡ് ഡിസിപ്ലിൻഡ് പ്രാക്ടീസിലൂടെ ഈ മൈൻഡ് സെറ്റ് നമുക്ക് ടോട്ടലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ആദ്യം മനസ്സിന് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ആ നിറവിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത്. വല്ലാത്തൊരു സുഖവും ആ വെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു സുഖവും വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ആനന്ദവും ഉള്ളിൽ അനുഭവിക്കും. അത് കേവലം താങ്ക് യു എന്നുള്ള വാക്കല്ല, അത് നമ്മൾ അസ്തിത്വത്തിന്റെ ഭാഗമായി മാറും. അതാണ് അസ്തിത്വം, അതായി മാറും. ഇത് പറയുമ്പോൾ എനിക്കൊരു ഒരു കാര്യം ഓർമ്മ വരിക കേട്ടോ. നമുക്കറിയാം, നമ്മളെ പണ്ട് കാലത്തൊക്കെ നമ്മളെ നാട്ടില് ഈ ഫോണിന്റെ ടവറുകളിലെ മൊബൈൽ ഫോണിന്റെ കണക്ഷന് വേണ്ടിയിട്ട് ടവറുകൾ ഇങ്ങനെ നാട്ടിൽ സ്ഥാപിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്നാൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയാറില്ലേ? യെസ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്റെ തൊട്ടടുത്തും ഇതേപോലെ ഇങ്ങനെ സ്ഥാപിക്കുന്ന നാട്ടിൽ വലിയ ഒച്ചപ്പാടുന്ന സമയത്തൊക്കെ, അതെ, നാട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് എന്തിനാണ് പ്രശ്നം? നീ എന്തിനാ പ്രശ്നമാക്കുന്നത്? നിനക്കറിയോ ഇപ്പോൾ റേഞ്ച് എവിടെ വരെ കിട്ടും എന്നറിയോ? ഇപ്പോൾ നിന്റെ എല്ലിൽ വരെ റേഞ്ച് കിട്ടും. എന്റെ സുഹൃത്തിനോട് അന്ന് പറഞ്ഞൊരു വാക്ക് ഓർമ്മ വരികയാണ്, ഇപ്പോൾ നിന്റെ എല്ലിൽ വരെ റേഞ്ച് കിട്ടുന്നു. അവൻ അന്ന് പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം? ഒരിക്കലും റേഞ്ച് നഷ്ടപ്പെടില്ല എന്നാ അവൻ പറഞ്ഞത് അല്ലെ. അതാ എനിക്ക് ഓർമ്മ വന്നത്. എന്ന് പറഞ്ഞ പോലെ അതാണ് അസ്തിത്വത്തിന്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ആ റേഞ്ച് നമ്മളെ ഉള്ളിൽ എവിടെയും കിട്ടും. ഉള്ളിൽ ഓടുന്ന ഓരോ രക്തത്തുള്ളിയിലും ആ വൈബ്രേഷൻ അടിക്കും എന്നുള്ളതാണ്. അതാണ് അസ്തിത്വത്തിന്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത്. പിന്നെ നന്ദിയില്ലാതെ ഒരു നിമിഷം ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയില്ല. ഒരു ശ്വാസം അകത്തോട്ടെടുത്ത് പുറത്തോട്ട് വിടുന്നത് ആ നന്ദി ഫീൽ ചെയ്യാതെ കഴിയില്ല. ഒരു ഹൃദയമിടിപ്പ് പോലും നമ്മൾ അറിയാതെ നന്ദിയില്ലാതെ പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇത്. കേവലം സംസാരം കൊണ്ടുണ്ടാവുന്നല്ല, പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഫുൾഫിൽമെന്റ്, നേടിയ മൈൻഡ് സെറ്റ് അല്ലെ. നമ്മള് ഇതിൽ പറയില്ലേ, ലോ ഓഫ് അട്രാക്ഷൻ പറയില്ലേ, ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന ആ റിസീവ്. എന്താ റിസീവിന്റെ പ്രത്യേകത? റിസീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുക എന്നുള്ളതല്ല. ഒരു കാര്യം ലഭിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ട്. എങ്ങനെ? നിങ്ങൾ ഇപ്പോഴുണ്ടാവേണ്ട മൈൻഡ് സെറ്റ് ഞാൻ പറയാം, ശരിക്കും നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ ആ സന്തോഷം ഇപ്പോൾ, അത് നാളെ അനുഭവിക്കണം എന്നല്ല, അത് മറ്റന്നാൾ കിട്ടിയിട്ട് അനുഭവിക്കണം എന്നല്ല, അത് അടുത്ത മാസം സാലറി കിട്ടിയിട്ട് അനുഭവിക്കണം എന്നല്ല,
ഇപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് ഫുൾഫിൽമെന്റ്. അതാണ് ഫുൾഫിൽമെന്റ്. മനസ്സിലായല്ലോ? അതെ, ആ വണ്ടി, നിങ്ങൾ ആഗ്രഹിച്ച വാഹനത്തിൽ നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കണം, ആ സ്റ്റിയറിംഗ് പിടിക്കണം, അത് ചാവിയിട്ട് ഓൺ ആക്കണം, അത് ഓടിക്കണം, അതിൽ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യണം, അതിൽ ഫാമിലി ടൂർ പോവണം, എൻജോയ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ച വീട്, ആ വീട് എന്താണ് എന്നോ ഉണ്ടാവാൻ പോകുന്നതല്ല. ആ വീട്ടിൽ നിങ്ങൾ ഇരിക്കണം, ആ വീട്ടിൽ നിങ്ങൾ ഫാമിലിയുടെ കൂടെ ഇരിക്കണം, അവിടെ നിങ്ങൾ ബിരിയാണി വെച്ച് കഴിക്കണം, അവിടെ നിങ്ങൾ എന്ത് ഹൗസ് വാമിംഗ് നടത്തണം, അവിടെ നിങ്ങൾ സൽക്കാരങ്ങൾ നടത്തണം, അവിടെ ഒരുപാട് ആളുകൾ, ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് വരണം, അവിടെ നിരന്തരമായിട്ട് ഒരുപാട് ഫങ്ഷൻസ് നടക്കണം. അവിടെയുള്ള ഫങ്ഷൻസ് നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് അതിങ്ങനെ കണ്ടാസ്വദിക്കാൻ പറ്റണം. അതുമാത്രം പോരാ, അവിടെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, നിങ്ങളുടെ ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ കൂടെ ഒരുപാട് കാലം, ഒരുപാട് ദീർഘായുസ്സോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് ഞാൻ പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്? യെസ് ഓർ നോ പറയണം നിങ്ങൾ, അല്ലെ? അത് നിങ്ങൾക്ക് കാണാൻ, ഞാൻ ഇപ്പൊ പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ? യെസ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു സംശയം വേണ്ട, നിങ്ങൾ ആ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മനസ്സിലായത്? പൂർണ്ണത പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾക്ക് അത് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ആ വെൽത്ത് കോൺഷ്യസ്നെസ് ആണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ആ ബോധത്തിന്റെ ശക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന അവസ്ഥയാണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. അത് വെൽത്ത് എന്ന് പറയുന്നത് സാധാരണഗതി നമ്മൾ കാണുന്ന മെറ്റീരിയൽ കംഫർട്ട്, ഈ മെറ്റീരിയൽ കംഫർട്ടിന് അപ്പുറത്തേക്ക് ഫൈൻഡിങ് മീനിങ്, അല്ലെ? എന്തിനാണ് വീടെന്ന് പറയുന്നത്? അതിനൊരു അർത്ഥമുണ്ട്, അല്ലെ? വീടെന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ല, അല്ലെ? ബ്ലോക്ക് അല്ല, കേവലം ഒരു സുഖ സൗകര്യങ്ങൾ കാണലല്ല. അതിൽ എന്തുണ്ട്? ഹൗസും ഹോമും, ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഹൗസും ഹോമും വ്യത്യാസം, അല്ലെ? ഹൗസ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മാത്രമാണ്, പക്ഷെ ഹോം എന്ന് പറയുന്ന ബിൽഡിംഗ് മാത്രമല്ല. എന്താ അതിലപ്പുറത്തേക്ക് അവിടെയുള്ള ഒരു സന്തോഷം, അവിടെ നിറഞ്ഞൊഴുകുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. മുമ്പൊരിക്കെ ഒരു സെഷനിൽ ഒരു ക്ലയന്റ് നമ്മോട് പറഞ്ഞൊരു വാക്ക് ഓർമ്മ വരികയാണ്, സാറേ ഇപ്പോൾ എന്റെ വീടൊരു സ്വർഗമാണ്. നമ്മൾ EFT കോഴ്സ് ചെയ്ത ഒരാൾ പറഞ്ഞതാണത്. സാറേ ഇപ്പോൾ എന്റെ വീടൊരു സ്വർഗമാണ്. അതെ, ഉള്ളിൽ ആ സ്വർഗീയത അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അങ്ങനെ സ്വർഗീയത അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ. ഒരുപക്ഷെ അത് ചെറിയ വീടായിരിക്കാം, അല്ലെ? കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് ആ സ്വർഗീയത, ആ ഫാമിലിയുടെ ആ എന്താ ഊഷ്മള, ബന്ധങ്ങളുടെ ഊഷ്മളതയുടെ സ്വർഗീയത, ആ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ, അതാണ് വെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോ ആ സ്വർഗീയത അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വെൽത്ത് അവിടെ സ്വാഭാവികമായിട്ടും നിറഞ്ഞൊഴുകും. ക്ലിയർ അല്ലേ? അതെ, ഇതെന്താണ് ആ വീടിന്റെ പ്രത്യേകത? മെയ്ഡ് വിത്ത് ലവ് എന്ന, ഹോം മെയ്ഡ് വിത്ത് ലവ് എന്ന, സ്നേഹം നിറഞ്ഞൊഴുകുന്ന ആ സ്വർഗീയത അനുഭവിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു വീടാ കാണേണ്ടത്. പലപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ കുറെ ആളുകളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ കേവലം ആ ഒരു പുറമേ കാണുന്ന വീട് മാത്രം കാണും, അല്ലെ? അത് ചുമരും ഒട്ടിച്ചേക്കും, ആ നടന്നാലായി, നടന്നാ ഭയങ്കര രസാണ് എന്ന് പറയും. അങ്ങനെയല്ല, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ആ അവിടെ ജീവിക്കുന്ന സ്വർഗീയത അനുഭവിക്കണം, ആ സുഖം അനുഭവിക്കണം, ആ സന്തോഷം അനുഭവിക്കണം. അപ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തുക. അതെ, അതാണ് സ്പിരിച്വൽ സീക്രട്സ്. വെൽത്തിന്റെ സ്പിരിച്വൽ സീക്രട്സ് ഇതാട്ടോ. എന്താ സ്പിരിച്വൽ സീക്രട്ട് എന്ന് പറയുന്നത്? ആഡിങ് വാല്യൂ എന്നുള്ളതാണ്. അത് ശരിക്കും മനസ്സിലാക്കുക. വാല്യൂസ് ആണ്, മൂല്യങ്ങൾ ഉണ്ടാവുക, മൂല്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഏറ്റവും വലിയ മൂല്യം എന്താ? അൺകണ്ടീഷണൽ ലവ് ആണ്, അല്ലെ? മനുഷ്യ ജീവിതത്തിന്റെ, നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്, പ്യൂരിറ്റിയാണ്, അവിശുദ്ധിയാണ്. അൺകണ്ടീഷണൽ ലവ്, നിരുപാധിക സ്നേഹം എന്നുള്ള പ്യൂരിറ്റി, അത് നിങ്ങളുള്ളിൽ അനുഭവിക്കണം. അതാണ് ഏറ്റവും വലിയ വെൽത്ത്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ നിരുപാധിക സ്നേഹം എന്നുള്ള ആ പ്യൂരിറ്റി നിങ്ങളുടെ ആ ഉള്ളിൽ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടോ, ബാക്കി നിങ്ങൾ കയ്യിലെ ക്യാഷ് വന്നാലും വന്നില്ലെങ്കിൽ സമ്പന്നരാണ്. കാരണം അതാണ് അൾട്ടിമേറ്റ് സമ്പന്നത. ബാക്കി വന്നോളൂ, ബാക്കി ഓട്ടോമാറ്റിക്കലി വരും, എന്നാൽ കാരണം എന്താ? ഉള്ളിലെ വിശുദ്ധിയാണ്. പിന്നെ വരുന്ന വെൽത്ത് എന്ന് പറയുന്നത് അത് വിശുദ്ധിയുള്ള സന്തോഷം നിറയുന്ന വെൽത്താണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യം, ഫോക്കസ് ഓൺ വാല്യൂ എന്നുള്ളത്. നമ്മൾ വെൽത്തിന് കാണുമ്പോൾ ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് ഓൺ പ്രൈസ് എന്നുള്ളതാണ്. നമ്മൾ പ്രൈസിലല്ല വാല്യൂ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീടെടുക്കാൻ 50 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് 50 ലക്ഷം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയണം, നമുക്ക് ഫീൽ ചെയ്യണം, അത് അനുഭവിക്കണം. പക്ഷേ നമ്മൾ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെ ഒരു 50 ലക്ഷത്തിന്റെ വീട്
അത് ഉണ്ടാക്കി എൻ്റെ ഫാമിലിയുടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈഫിലുണ്ടാവുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ സന്തോഷം ഉണ്ടല്ലോ, ആ സമാധാനം ഉണ്ടല്ലോ, ആ നിഷ്കളങ്ക സ്നേഹം ഉണ്ടല്ലോ, അതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ, ആ പ്രൈസ് മാത്രമല്ല, ആ വില മാത്രമല്ല കാണുന്നത്. അതാണ് ഫോക്കസ് ഓൺ വാല്യൂ, നോട്ട് ഓൺ പ്രൈസ്. പ്രൈസ് നമുക്ക് അറിയണം, പക്ഷെ പ്രൈസിനപ്പുറത്തേക്ക്, വിലക്കപ്പുറത്തേക്കുള്ള വാല്യൂ നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ, സമ്പത്ത് അസറ്റുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ, കേവലം കേവലം അതെന്താണ്, അതിങ്ങനെ വാങ്ങിക്കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന വാല്യൂ ഫീൽ ചെയ്യുക, അല്ലെ? വീടുണ്ടാക്കുമ്പോൾ ആ വാല്യൂ നമ്മൾ ഫീൽ ചെയ്ത പോലെ, വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ, ആ പുതിയ വാഹനം, അതിൽ ഫാമിലിയോട് യാത്ര ചെയ്യുമ്പോൾ, അതിൽ ഫ്രണ്ട്സിന് കൂടെ യാത്ര ചെയ്യുമ്പോൾ, അതിൽ കൂടുതൽ ആൾക്കാർ എന്താണ്, കൂടുതൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് അതുമായിട്ട് സന്തോഷിക്കാനും ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്യാനും ആ സ്നേഹം പങ്കിടാനും കഴിയുന്ന ഒരു വലിയ വിശാലമായുള്ള മാനസിക അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. ക്ലിയർ അല്ലേ? അതാണ് ഫോക്കസ് ഓൺ കർമ്മ എന്ന് പറയുന്നത്, യഥാർത്ഥ വെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. നമ്മൾ ഫുൾഫിൽമെന്റ് വരണമെങ്കിൽ ഫോക്കസ് ഓൺ കർമ്മ, കർമ്മയിൽ ഫോക്കസ് ചെയ്യുക. എന്താ നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്? നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, അല്ലെ? എന്റെ കർമ്മയാണ്, ഞാനിപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ കർമ്മയാണ്, അല്ലേ? ആണോ? അല്ലേ? എന്റെ കർമ്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ യാത്രക്കിടയിൽ മനസ്സിലാക്കിയത്, സ്കൂളിൽ ജോലി ചെയ്തു, മറ്റു പല ബിസിനസ്സുകളും ക്ലാസ്സുകളും മാറി 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 ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും സമാധാനവും എന്താ പറയാ, ഒരു ഭാരവും തോന്നാതെ ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് മാറ്റം ഉണ്ടാക്കാന്ന് ഐ എം എൻജോയിങ് ഇറ്റ്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ നന്മ പങ്കുവെക്കാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് മൈ കർമ്മ. എന്റെ കർമ്മ ഇതാണ്. അപ്പൊ എന്റെ കർമ്മ ഞാൻ കണ്ടെത്തി, പർപ്പസ്, എന്റെ പർപ്പസ് ഞാൻ കണ്ടെത്തി, മീനിങ്, ജീവിതത്തിന്റെ അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എങ്ങനെ അർത്ഥം കണ്ടെത്തുക, അതാണ് ഫുൾഫിൽമെന്റ്. ക്ലിയർ അല്ലേ? നമ്മള് ആ ചില ആൾക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്കത് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നത്, കഴിയുന്നില്ലല്ലോ. ഡോണ്ട് വറി, നിങ്ങൾ വറി ഇടാവണ്ട. ദിസ് ഈസ് എ ജേർണി. ഇതൊരു യാത്രയാണ്. എനിക്ക് ആദ്യം പറ്റിയിരുന്നില്ല, നിരന്തരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴാണ് എത്തിയത്, അല്ലെ? 10 വർഷത്തോളം തുടർച്ചയായുള്ള യാത്രക്കിടയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിൽ എത്തിയതെങ്കിൽ നമ്മൾ അതാണ് ജേർണി, അല്ലെ? ഫുൾഫിൽമെന്റ്, സ്പിരിച്വൽ ജേർണി ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്. അകമറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അകമറിയാതെ അഭിനയമായി മാറരുത്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഭിനയിക്കേണ്ടി വരുമെങ്കിലും അത് നമ്മൾ ഉള്ളോട്ടെടുത്ത് വളരെ ജെനുവിനായിട്ട് അതിന്റെ ആ കർമ്മ അറിഞ്ഞുകൊണ്ട് നമ്മള് ലൈഫിൽ ടീച്ചിങ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിരിക്കും. എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യം ഒരുപക്ഷെ ആളുകളുടെ മുന്നിൽ നിസ്സാരമായിരിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മങ്കട ഭാഗത്തുള്ള സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് സ്റ്റോറി പറയാറുണ്ട്, അല്ലേ? ഞാൻ മുസ്തഫ, അങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് തുടങ്ങിയ സ്ക്രാപ്പ് ബിസിനസ്, നിങ്ങൾ ആക്രി കച്ചവടത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, അല്ലെ? എന്റെ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ പറയുന്നതാണ്, മങ്കട ഭാഗത്തുള്ള അവരുടെ ഫാമിലിയെ കുറിച്ച്. ഇപ്പൊ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. ഓക്കെ. അവര് ഈ 2020 അവരുടെ കൂടെ ഒരു പ്രോഗ്രാമിൽ എന്റെ സുഹൃത്ത്, അവരുടെ സുഹൃത്തായ എന്റെ കൂടെ സുഹൃത്തായുള്ള ഒരാൾ എന്നോട് സംസാരിച്ചു. അന്ന് എന്നോട് പറഞ്ഞു, മാസത്തിൽ 7 കോടിയുടെ ടേൺ ഓവർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അന്ന്, അല്ലെ? ഇപ്പോൾ അത് ഒരുപാട് കോടികളുടെ ടേൺ ഓവർ ആയിട്ട് അത് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, ആളുകളുടെ മുന്നിൽ അവർ തുടങ്ങിയപ്പോ സ്ക്രാപ്പ് ബിസിനസ് ആണ്, അല്ലെ? പഴയ സാധനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ കണ്ണിൽ വളരെ നിസ്സാരമാണ്, അല്ലെ? പക്ഷെ ആളുകളെല്ലാം നിസ്സാരമായി കണ്ടെങ്കിലും അതിൽ കണ്ടൊരു വാല്യൂ ഉണ്ട്. അതാണ് അവരുടെ കർമ്മ, അല്ലെ? എന്ന് ആലോചിച്ചു. ഇന്ന് വലിയ വലിയ കപ്പലുകളൊക്കെയാണ് അവർ പൊളിച്ചു വിൽക്കുന്നത്. കോടികളുടെ ബിസിനസ് ലോകം മുഴുവൻ അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതെ, അതാണ് കർമ്മ. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രശ്നമല്ല. ചെയ്യുന്ന ജോലി എന്തായാലും ശരിക്കും മനസ്സിലാക്കുക, ചെയ്യുന്ന ജോലി എന്തായാലും ശരി, അതിൽ മൂല്യം കണ്ടെത്തുക, അതിൽ ആ കർമ്മത്തിന്റെ വിശുദ്ധി കണ്ടെത്തുക, പർപ്പസ് കണ്ടെത്തുക, ലക്ഷ്യം കണ്ടെത്തുക, മീനിങ് കണ്ടെത്തുക, അർത്ഥം കണ്ടെത്തുക. അതാണ് കർമ്മ. ആ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തുക, ജീവിതത്തിന്റെ നിയോഗം കണ്ടെത്തുക. ആ നിയോഗം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോ അതാണ് വെൽത്തി ലൈഫ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആ മൂല്യം കണ്ടെത്തി അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വലിയൊരു ഷിഫ്റ്റ് വരും, വലിയൊരു മാറ്റം
വരും, ചിലപ്പോൾ കോടികൾ കയ്യിൽ വരും, അതിൽ അത്രയും വലിയൊരു ലൈഫിൽ ഉണ്ടാവുന്ന വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കും. പക്ഷെ ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്താണ് ലക്ഷ്യം. പിന്നെ എന്താണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും ഈ നിമിഷം, അതെ, ഈ നിമിഷം ധന്യമാവുക. ഈ നിമിഷം നമ്മൾ അതിലേക്ക് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻജോയ് ചെയ്യുമ്പോഴാണ് ആ കർമ്മയെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലാതെ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന അവസാനം വരുന്നത് മാത്രമല്ല, അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും, അല്ലെ, അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളതാണ്, അല്ലേ. നമുക്ക് ഈ ലാക്ക്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിന്റെ സൈക്കോളജി ഓഫ് മണിയെ കുറിച്ച് പറയാൻ മിക്ക ആൾക്കും അറിയാത്തൊരു സംഭവമാണത്. ആ ഒരു സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണം, ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഉള്ളിൽ അനുഭവിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നില്ലേ. അതെ, ഈ ഉള്ളിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഈ കർമ്മത്തെ എൻജോയ് ചെയ്യൽ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സമ്പത്തിനെ നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന, ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അത് എൻജോയ് ചെയ്യണം എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, ചെയ്യുന്ന ഒരിക്കലും ഭാരം തോന്നാൻ പാടില്ല. ഒരിക്കലും ആളുകളുടെ മുന്നിൽ എന്താണ് ഒരു മോശം തോന്നാൻ പാടില്ല. അയ്യേ, ഞാൻ ഈ ജോലിയാണോ ചെയ്യുന്നത്, ആളുകൾ എന്ത് വിചാരിക്കും, എന്റെ സ്റ്റാറ്റസിന് ചേരുന്നില്ലല്ലോ എന്നുള്ള അത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ കർമ്മ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, ആ ഒരവസ്ഥയിലേക്ക് എന്താണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, ഈ വെൽത്ത് മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കാണേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ജേണി. അതൊരു സ്പിരിച്വൽ ജേണിയാണ്. കാരണം ഉള്ളിൽ അത് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ ഇല്ലെങ്കിൽ ആ യാത്ര ബോറടിക്കും എന്നുള്ളതാണ്. സമ്പത്തും ആത്മീയതയും ഒരൊറ്റ രീതിയിൽ, ആത്മീയ യാത്ര പലപ്പോഴും സമ്പത്തെ കുറിച്ച് നമ്മൾ പഠിച്ചെന്താണ്, അത് ആത്മീയതയ്ക്ക് എതിരായിട്ടൊക്കെയാണ്. അല്ല, അതാണ് യഥാർത്ഥ നല്ല സമ്പത്ത്, നന്മ നിറഞ്ഞ സമ്പത്ത് തേടുക എന്നുള്ളത് നിർബന്ധമാണ്, അല്ലേ? ആണോ? അല്ലേ? നിർബന്ധമാണ്, നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക. അതൊരു സ്പിരിച്വൽ ജേണിയാണ്, ആത്മീയ ജേണിയാണ്. കാരണം നമുക്കും കുടുംബത്തിനും ലോകത്തിനും നന്മ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സമ്പത്ത് ഉണ്ടാക്കുക. പുണ്യകർമ്മമാണ്. ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ത് ചോദിച്ചാൽ നല്ല നന്മ നിറഞ്ഞ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സമ്പത്ത് ഉണ്ടാക്കുന്നത് അതിന് ഗുഡ് കർമ്മയുടെ ബേസിലായിരിക്കണം എന്നാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് ഡു മണി ആൻഡ് സ്പിരിച്വൽ ഗോ ടുഗദർ എന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ മണിയും സമ്പത്തും ഈ ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അത് ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് മാത്രമല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. സമ്പത്തും ആത്മീയതയും ഒന്നാവുന്ന എവിടെയാണ് സമ്പത്തും ആത്മീയതയും ഒന്നാവുന്നത്? സമ്പത്തും ആത്മീയതയും ഒന്നാവുന്നത് കർമ്മയെ അറിയുമ്പോഴാണ്, കർമ്മയെ അനുഭവിക്കുമ്പോഴാണ്. ആ കർമ്മയെ അറിഞ്ഞനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുണ്ടാകാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതാണ് എന്തിനാണ് ഈ കർമ്മ എന്ന് പറയുന്നത്? ഈ നന്മ ചെയ്യലാണ്. ഈ നന്മ ആളുകൾക്ക് ചെയ്യലാണ്. അതാണ് എന്താ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ടു ക്യാൻ ക്രിയേറ്റ് പോസിറ്റീവ് ഇമ്പാക്ട് എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരു പോസിറ്റീവായ ഇമ്പാക്ട് നിങ്ങളെ കർമ്മം കൊണ്ട്. എന്താണ് കർമ്മയുടെ പ്രത്യേകത? നിങ്ങളെ കർമ്മം കൊണ്ട് സമൂഹത്തിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്റെ ക്ലാസ് കൊണ്ട് സമൂഹത്തിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നു? നിങ്ങൾക്ക് അറിയാലോ, നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും നല്ല ഇമ്പാക്ട് ആക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതൊരു കർമ്മയാണ്. അപ്പൊ കർമ്മയുടെ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കർമ്മ ചെയ്യലാണ് ട്രൂ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ട്രൂ ഫുൾഫിൽമെന്റ് കം ഫ്രം പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ പോസിറ്റീവായുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നിടത്താണ് ട്രൂ കർമ്മ, ട്രൂ ഫുൾഫിൽമെന്റ്. അതാണ് യഥാർത്ഥ ആത്മനിർവൃതി, നിറവുണ്ടാവുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ആളുകളിൽ, മറ്റുള്ള ആളുകളിൽ എന്താണ് അങ്ങനെ ഒരു വ്യത്യാസം ലൈഫിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന, നമുക്ക് വലിയ രീതിയിൽ വേണമെന്നില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന, ചിലപ്പം ഈ കർമ്മ എന്നൊക്കെ കുറെ ആളുകൾ ഇനി ഇത്രയും വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഒരു പുഞ്ചിരി പോലും, ശരിക്കും മനസ്സിലാക്കുക, ഒരു പുഞ്ചിരി പോലും, ഒരാളുടെ 2 പേർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യൽ പോലും, നിങ്ങളുടെ ഒരു വാക്ക്, അല്ലെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ 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 മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ അതുപോലും ചാരിറ്റിയാണ്.
ക്യാഷ് കൊടുത്തു തന്നെ ചാരിറ്റി നിർബന്ധമല്ല. അതുപോലും ചാരിറ്റി അല്ലേ, ഞാൻ ചെയ്യുന്ന ചാരിറ്റി ഇതല്ലേ അല്ലെ? നിങ്ങളുടെ ഒരു വാക്ക് അല്ലെ, ഒരു നോട്ടം, ഒരു പുഞ്ചിരി, ഇത് ലോകത്ത് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഇമ്പാക്ട് ആക്കാൻ കഴിയുന്ന അത്രയും പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് കൊടുക്കുന്നിടത്താണ് കർമ്മഫലം ഉണ്ടാകുന്നത്. അവിടെയാണ് എന്താണ് പോസിറ്റീവായുള്ള ഇമ്പാക്ട്, സമൂഹത്തിൽ അത്രയും വലിയ പോസിറ്റീവായുള്ള ഇമ്പാക്ട്. അതെ, ധർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക എന്ന് പറയുന്ന അതിന്റെ ഒരു ഇമ്പാക്ട് അവിടെയാണ് ഉണ്ടാവുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുക. എനിക്ക് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്നല്ല, പിന്നെ എന്താണ് ആ ചിന്ത വരുന്നത്? എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും അല്ലെ? സമ്പത്ത് കൊണ്ട് തിരിച്ചു കിട്ടുന്ന നമ്മളെ ലൈഫിലേക്ക് വരുന്ന എനർജിയാണ്, ആ ഫുൾഫിൽമെന്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഫുൾഫിൽമെന്റിൽ ആ ധന്യത നമുക്ക് ഉണ്ടാവണമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് കൊടുക്കാൻ പറ്റും, ചെറിയ രീതിയിൽ തുടങ്ങുക. ഇന്ന് തന്നെ തുടങ്ങുക. സ്നേഹം കൊടുക്കാൻ പറ്റും, കൺഗ്രാറ്റുലേഷൻ. പറയൂ, നിങ്ങൾ എന്താ കൊടുക്കുക? ടൈപ്പ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ നിറവുണ്ടാവാൻ എന്ത് കൊടുക്കും? നിങ്ങളെ ലവ് കൊടുക്കും, വേറെ ഒരു നന്മ കൊടുക്കും. ടൈപ്പ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ. ഇതായിരിക്കണം മറ്റുള്ള ആളുകൾ എന്ത് ഇമ്പാക്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. കമോൺ, ടൈപ്പ് ചെയ്യണം കേട്ടോ. ബഹുമാനം കൊടുക്കും, സ്നേഹം കൊടുക്കും, ഹെൽപ്പ് കൊടുക്കും. എങ്ങനെ ഹെൽപ്പ് കൊടുക്കും? റെസ്പെക്ട് കൊടുക്കും, ടൈം കൊടുക്കും, വെരി ഗുഡ്. സർവീസ് കൊടുക്കും, കൈൻഡ്നസ് കൊടുക്കും, സർവീസ് കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നമ്മൾ കൊടുക്കുക എന്ത് സർവീസ്, കുറച്ചും കൂടെ ഇതിങ്ങനെ കിട്ടിയല്ലോ. എന്ത് സർവീസ് കൊടുക്കും, എങ്ങനെ കൊടുക്കും, വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചിന്തിച്ച കാര്യം അതാണ്. എങ്ങനെ കൊടുക്കും, എന്ത് കൊടുക്കും, എങ്ങനെ ക്ലാസ് കൊടുക്കും, എങ്ങനെ കൂടുതൽ ആളുകൾ ക്ലാസ് എത്തിക്കാം. എന്റെ ചിന്ത ഇത് മാത്രമാണ്. എങ്ങനെ ഇത് കൂടുതൽ ആളുകളിലേക്ക് ക്ലാസ് എത്തിക്കാം, ഈ മെസ്സേജ് എത്തിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഊർജമാണ് എനിക്ക് ആവേശം പകരുന്നത്. ഈ ഊർജം നിങ്ങൾക്ക് ആവേശം നൽകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ള ആവേശം, ആളുകൾ കൊടുക്കാനുള്ള ആവേശം ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇപ്പോഴത്തെ കാലത്തിലെ. നിങ്ങൾ ആലോചിച്ചു, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ആളുകളാണ് ക്ലാസ് വീക്ഷിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ, എന്റെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കുന്നത്. പുറമെ പോകേണ്ട ആവശ്യം പോലുമില്ല ഇന്നത്തെ കാലത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ട് കൊടുക്കാന്. ഇതേപോലെ സൂമിൽ വരൂ, കൊടുക്കൂ, സംസാരിക്കൂ, ആളുകളെ ഹെൽപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ചുറ്റുപാടുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. നിങ്ങൾ ചുറ്റുപാടുകൾ ആളുകളേക്ക് വരൂ. എന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളെ കുറിച്ചാണ്. അത് വിട്ടോളൂ. നിങ്ങളെ കൊണ്ട് പറ്റില്ല, കഴിയില്ല, മറ്റുള്ളവർക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ സകല ഈഗോസും പോലെ. സ്റ്റേജിൽ കയറാൻ പ്രശ്നം എന്താണ്? നമ്മളെ കുറിച്ച് ഓവർ കോൺഷ്യസ് ആയിട്ടാണ്. നമ്മളെ കുറിച്ച് കോൺഷ്യസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരെ കുറിച്ച് കോൺഷ്യസ് ആയാൽ മതി. എനിക്ക് അവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ ഹെൽപ്പ് ചെയ്യൽ എങ്ങനെയെന്നല്ല ചോദ്യം. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നല്ല, അവിടെ ഞാനൊരു പ്രത്യേകതയില്ല. അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? ദാറ്റ് ഈസ്, അവരാണ് നമ്മളെ കയ്യിൽ ഇമ്പോർട്ടന്റ്. ഞാനല്ല അവിടെ ഇമ്പോർട്ടന്റ്. ഞാൻ ഇമ്പോർട്ടന്റ് അല്ലായിട്ടല്ല. പക്ഷെ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ചുറ്റുപാടുകൾ ആളുകളാണ് അവിടെ ഇമ്പോർട്ടന്റ്. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സറൗണ്ടിങ്സ് ആരൊക്കെ ഉണ്ടോ അവർ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് നന്മ കൊടുക്കാൻ പറ്റും, എന്ത് സർവീസ് കൊടുക്കാൻ പറ്റും, അത് എത്ര ക്വാളിറ്റിയിൽ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങോട്ട് പറയാനുള്ള കാര്യം അതാണ്. അത് എത്രത്തോളം ലവിങ് ടച്ചോടുകൂടെ ഞാൻ ചെയ്യുന്ന ഈ ക്ലാസ് എത്രത്തോളം സ്നേഹത്തോടെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി എത്രത്തോളം മനോഹരമായി ചെയ്യാൻ പറ്റും, എത്രത്തോളം സ്നേഹത്തോടെ ചെയ്യാൻ പറ്റും, എത്രത്തോളം കൈൻഡ്നെസ്, നിങ്ങളെ കസ്റ്റമേഴ്സിനോട് എത്രത്തോളം മാന്യമായി നല്ലൊരു പെരുമാറാൻ പറ്റും. നിങ്ങളെ കസ്റ്റമർ മറ്റിലെവിടെയും കിട്ടാത്ത മനോഹരമായ ഒരു ട്രീറ്റ്, ഒരു റെസ്പെക്ട്, ഒരു സന്തോഷം നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് യുവർ കർമ്മ. ആ കർമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, യു വിൽ ബിക്കം വെൽത്തി, യു വിൽ ബിക്കം റിച്ച്. ദാറ്റ് ഈസ് ഫുൾഫിൽമെന്റ്. നിങ്ങൾ റിച്ച് ആകും, നിങ്ങൾ വെൽത്തി ആകും. ഇത് കൊടുക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നത് കൊണ്ടാണ് കിട്ടാത്തത്. നിങ്ങൾ കൊടുക്കുന്നില്ല, കിട്ടുന്നില്ലേ, ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ എന്നോട് പറയുന്ന കാര്യമാണ്. ക്ലാസ്സിൽ ആള് വരുന്നില്ലേ, എനിക്ക് കുഴപ്പമുണ്ട്, ഞാനത് നൽകാത്തോണ്ട് ആള് വരാത്തത്. ഇപ്പോൾ വരുന്നത് കാരണം എന്താ? ഞാൻ നൽകുന്നുണ്ട്, പക്ഷേ പോരാ, ഇനിയും ഒരുപാട് നൽകണം. എന്റെ ഉള്ളിൽ ഞാൻ പറയാം, ഓപ്പണായി കൂടെ പറയാ, പോരാ, ഇനിയും പ്രിപ്പയർഡ് ആവണം, ഇനിയും ഞാൻ എനർജി കൂടണം, ഒരുപാട് ആൾക്ക് ഇത് കൊടുക്കണം. ദിസ് ഈസ് മൈ കർമ്മ, ദിസ് ഈസ് മൈ ഫുൾഫിൽമെന്റ്. മനസ്സിലായല്ലോ? ദിസ് ഈസ് എ റിയാലിറ്റി. ഇതാണ് വെൽത്ത്. ഇതാണ് നമ്മളെ കയ്യിലേക്ക് വെൽത്ത്. ഈ സമയത്ത് നമ്മൾ വെൽത്ത് ഗോൾ സെറ്റ് ചെയ്യണം. 10 ലക്ഷമോ 20 ലക്ഷം 50 ലക്ഷം 50 കോടിയൊക്കെ സെറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. വെറുതെ കോടികൾ സെറ്റ് കാര്യമില്ല. കർമ്മം നന്നാക്കിയാൽ മതി. ഗോള് സെറ്റ് ചെയ്യുക, കർമ്മ ചെയ്യുക, ഗോള് സെറ്റ് ചെയ്യുക, കർമ്മ ചെയ്യുക. ഇത് മാത്രം നമുക്ക് ചെയ്യാം. ഗോള് സെറ്റ് ചെയ്യുക, കർമ്മ ചെയ്യുക. ഇത് മാത്രം മതി നിങ്ങൾക്ക് വെൽത്തി ആവാൻ. ഓക്കെ, ദിസ് ഈസ് ദ സ്പിരിച്വൽ വെൽത്തി ജേർണി
ടുവാർഡ്സ് ഫുൾഫിൽമെന്റ്. ഇതാണ് ഫുൾഫിൽമെന്റിലേക്കുള്ള വെൽത്തി ജേണി എന്ന് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഈ മെഗാ മാരത്തോണിന്റെ 2ാമത്തെ ദിവസം 1000-നടുത്ത് ഗംഭീരമായി അല്ലെ, 1000-നടുത്ത ആൾ 960-70ഓളം ആളുകൾ പങ്കെടുത്തുള്ളതാണ്. കൺഗ്രാജുലേഷൻ. ഇദ്ദേഹത്തിന് അടിത്തട്ടിൽ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. ഗംഭീരമായുള്ള 2ാമത്തെ ദിവസം അല്ലെ. ഇനി നാളത്തെ ഹാപ്പിനെസ്, ഇൻഫിനിറ്റ് ഹാപ്പിനെസ്, മറ്റന്നാൾ ആ സ്പിരിച്വാലിറ്റിയുടെ അതിന്റെ കലാശക്കൊട്ടാണ്. അടുത്ത ശനിയാഴ്ച വലിയൊരു കലാശക്കൊട്ട്. നാളത്തെ ഈ 2 ദിവസം വല്ലാത്ത ലെവലിലേക്ക് ഈ ഒരു കർമ്മ ഇഫക്റ്റീവായി ചെയ്യാനുള്ള ഹാപ്പിനെസിന്റെ ഒരു ലെവലിലേക്ക് എങ്ങനെ ഉയരാം എന്നുള്ളത് നാളത്തെ ടോപ്പിക്. നമ്മൾ ആരും മറക്കരുത്. മറ്റന്നാൾ അതിന്റെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ഓഫ് ഹയർ കോൺഷ്യസ്നെസ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ ഇതുവരെ പബ്ലിക്കിന് കൊടുക്കാത്ത കാര്യങ്ങളാട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നി പബ്ലിക്കിന് കൊടുക്കണം. എന്റെ ഉള്ളിൽ കുറെ ആയിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കും കൊടുക്കണോ. ഞാൻ കൊടുക്കണം, ആൾക്ക് കൊടുക്കണമെന്നേ. കൊടുക്കുമ്പോഴല്ലേ രസമുള്ളൂ. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന കാര്യമല്ലേ. അപ്പൊ മാക്സിമം നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്. അപ്പൊ എല്ലാവരും ഈ കേട്ടിട്ട് വലിയ ആവേശിക്കത് ഇപ്പോഴും പേനയും ബുക്ക് എടുത്ത് ടു ഡു ലിസ്റ്റ് ചെയ്യുക. ആക്ഷൻ, കർമ്മ. കേട്ട് ക്ലാസ് കേട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് കാര്യമില്ല. ഞാൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണമെന്നാണ് ഒരിക്കൽ കൂടെ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളുടെ മറ്റൊരു കാര്യം, 23-ാം തീയതി നമ്മളുടെ മൈൻഡ് മാസ്റ്ററി ബാച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ കർമ്മ ഇഫക്റ്റീവായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ 1 മാസം നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വളരെ മനോഹരമായുള്ള നമ്മുടെ EFT ഗുരു LLP എന്നുള്ള പുതിയ പ്ലാറ്റ്ഫോമിൽ വന്ന നമ്മുടെ ആദ്യത്തെ മൈൻഡ് മാസ്റ്ററി ബാച്ച്, അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ തേടാണ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മെന്റേഴ്സിന്റെ കോച്ചുമാരുടെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ പ്രശ്നത്തെ വളരെ ഷാർപ്പായിട്ട് കണ്ടെത്തി അതിനെ പരിഹരിക്കുന്ന വളരെ മനോഹരമായ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ഉപയോഗപ്പെടുത്താം. നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചാറ്റ് ബോക്സിലും അതുപോലെ മറ്റു ഷെയർ ചെയ്തോളൂ കേട്ടോ. പല സ്ഥലങ്ങളും നിങ്ങൾ കണ്ടിട്ടായിരിക്കാം. നമ്മളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള ലിങ്കും മോട്ടിവേഷനും നിങ്ങൾ സപ്പോർട്ടും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറെ ആളുകൾ ഉണ്ടാവും. അവരോടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് നമ്മളെ മെസ്സേജ് എത്തിക്കുക. ചാറ്റ് ബോക്സിന് ഡീറ്റെയിൽ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. കൊടുത്തിട്ടില്ലേ? കുറെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് പറയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം മെസ്സേജ് ആൾക്ക് എത്തിക്കുക. കൂടുതൽ നമുക്ക് മികച്ച രീതിയിൽ ലൈഫിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. കുറെ ആളുകൾ പേഴ്സണലി ചോദിക്കുന്നുണ്ട്, ഒന്ന് ഷെയർ ചെയ്യൂട്ടോ, ഡീറ്റെയിൽ ഷെയർ ചെയ്യൂട്ടോ. എനിവേ, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ആളോട് പറയാം, നമ്മൾ ഇവിടെ കൊടുത്ത ഈ കോൺടാക്ട്സിലേക്ക് കണക്ട് ചെയ്യാം. എനിക്ക് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അടിപൊളിയായിട്ട് നാളെ എല്ലാവരും മറക്കാതെ നാളെയും മറ്റന്നാൾ നിർബന്ധമായും പങ്കെടുത്ത ആരും മിസ്സാക്കരുത്. കൂടുതൽ പുതിയ ആൾക്കാർ ഇതിലേക്ക് എത്തിക്കുക. നമ്മളെ ഈ ക്ലാസ്സുകൾ ഇപ്പൊ യൂട്യൂബിൽ ഇതിൽ അവൈലബിൾ ആണെന്ന സന്തോഷം കൂടെ അറിയിക്കുകയാണ്. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് മാക്സിമം ആൾക്ക് എത്തിക്കുക. ഒരുപാട് അപ്ഡേഷൻസ് യൂട്യൂബിൽ വരാണ്ട്, പുതിയ ചാനൽ ആയതുകൊണ്ട്. പക്ഷെ അതിന് മുന്നേ കുറെ ആളുകൾ സൂമിലെ റെക്കോർഡിങ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യൂട്യൂബിൽ ഇന്നലെ അപ്ലോഡ് ചെയ്ത സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ്. മാക്സിമം എന്ത് ചെയ്യുക, അതിന്റെ ലിങ്കും ആളുകൾക്ക് മാക്സിമം എത്തിക്കുക. മാക്സിമം ആൾക്ക് നമ്മൾ മെസ്സേജ് എത്തിക്കുക. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും 1-2 ആൾക്കാർ ഫീഡ്ബാക്കോ ഗ്രാറ്റിറ്റ്യൂഡോ ഒക്കെ പറയണമെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്, എന്തെങ്കിലും സംസാരിക്കാനുള്ളത് സംസാരിച്ചോളൂ. ഡീറ്റെയിൽ സ്ക്രീനിൽ കാണിക്കാൻ പറയുന്നത് എവിടെ നമ്മൾ ടീം മെമ്പേഴ്സോടെ അവർ കാണിക്കുന്നില്ല. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. തസ്ലീന, നമ്മളെ ഇത് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, അതൊന്ന് അതിൽ കാണിക്കൂ കേട്ടോ. റഷീദ്, ആരെവിടെ ഉള്ളത്? ഫസ്റ്റ് പറയൂ ഹന്ന മാം, പറയൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ് അടിപൊളിയായിരുന്നു സാർ. എന്ന് വെച്ചാല് എത്ര എനർജിയാണ് നമ്മുടെ ഉള്ളില് വന്ന് നിറയുന്നതെന്ന് ചിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ EFTയിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചാല് ഞാന് സാറ് പറഞ്ഞ ഈ നിറവിന്റെ ആ യാത്രയിലാണ്. അത് നമുക്ക് ഓരോ നിമിഷവും, ഇപ്പൊ സമയമാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഇതായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത്രയ്ക്കും സന്തോഷത്തോടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം നമുക്ക് ബാഡ് ചിന്തകൾ വരും. എല്ലാത്തിനെയും അതിനെ നിയന്ത്രിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ്, ശ്വാസം
പോകുന്നിടം വരെ നമുക്ക് പശ്ചാത്താപിക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയങ്ങളുണ്ടെന്നുള്ള ആ സന്തോഷത്തോടെ ഓരോ നിമിഷവും നമ്മൾ പോകുന്നുണ്ട്. ഇന്നലെ അതുപോലെ തന്നെ യാത്രയിലാണേലും സാറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. കാരണം സീറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വിഷ്വൽ ചെയ്തു എനിക്കൊരു സീറ്റ് കിട്ടിയിരുന്നെങ്കിലെന്ന്. പിന്നെ ബസ്സിലൊരു സീറ്റ് കിട്ടിയിരുന്നില്ല. സീറ്റ് കിട്ടുകയും എൻ്റെ സ്റ്റോപ്പ് എത്തി ഞാൻ ഇറങ്ങി. അന്നേരത്തേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞു. അത്ര ഞാൻ ആഗ്രഹിച്ചിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. പിന്നെ ഇതില് പുതിയ മെമ്പേഴ്സിനോട് പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ചങ്ങല എവിടെങ്കിലും നമുക്ക് കണക്റ്റ് ആകും. സാർ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോയാലും പിസിമാര് ക്ലാസ് കഴിഞ്ഞ് പോയാലും നമ്മളിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് ജനിക്കാതെ പോയ നമ്മുടെ കൂടപ്പിറപ്പുകള്, അത് ഞാൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളാണ്. കാരണം എന്റെ തിരക്കുകളിൽ പലപ്പോഴും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തിരക്ക് കൂടുമ്പോ ചിലപ്പോ എന്റെ സ്വരം പോലും ഒന്ന് പതറി പോകുന്ന ആ ഒരു രീതിയൊക്കെ വരുമ്പോ എന്റെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള എന്റെ സിസ്റ്റേഴ്സ്, അത് എടുത്തു പറയാൻ എന്റെ ശ്രീലേഖ ചേച്ചി മിക്കവാറും ഒന്ന് ക്ലാസ്സിന് കണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ സ്വരം ഒന്ന് കണ്ടില്ലെങ്കിൽ പോലും അത്രയ്ക്കും നല്ല മിത്രത്തെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും വരണം. നല്ല സന്തോഷത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ ഒരു ഫാമിലിയിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫാമിലിയിൽ ഇത്ര സ്നേഹം കിട്ടുമെന്ന് വരില്ല. കാരണം ഫാമിലിയിൽ പരാതികളും പരിഭവങ്ങളും കാണും. പക്ഷെ ഇതിൽ പരാതിയില്ല, പരിഭവം ഇല്ല. സന്തോഷിച്ച കുറെ നിമിഷങ്ങൾ. താങ്ക് യു ആൻഡ മാം, താങ്ക് യു. വലിയ സന്തോഷം. ഓക്കെ, പെട്ടെന്ന് പറയൂ കേട്ടോ. കുറെ ആളുകൾ പറയാൻ പറയൂ. അടുത്ത ആൾ പറയൂ. ആ, ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സമയമായിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പറയൂ. സൽമ മാം. ആരാണ്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇന്നലത്തെയും ക്ലാസ് നല്ലൊരു അനുഭവമായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ കുവൈത്തിലുള്ളത്. 4:30 എണീച്ച് സാറിന്റെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞ് ഇതിനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ സമയം ഇപ്പൊ 4:30 തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ വളരെയധികം സന്തോഷം, സമാധാനമുണ്ട്. ഈ കോഴ്സിലേക്ക് എല്ലാവരും വരണമെന്ന് ഞാൻ വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വരാത്തവരൊക്കെ വീണ്ടും വന്ന്, എന്റെ ജീവിതത്തിൽ എനിക്ക് അതായത് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ നല്ലൊരു സമാധാനമുള്ളത്. അപ്പൊ എല്ലാവരും ഈ കോഴ്സിലേക്ക് വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. താങ്ക് യു താങ്ക് സർ. യു. താങ്ക് യു. സന്തോഷം. ഡീറ്റെയിൽ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ ചോദിച്ചതുകൊണ്ട് പറയാം. ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ഉണ്ട്. പേഴ്സണലി കുറെ മെസ്സേജ് വരുന്നുണ്ട്. എനിവേ, താങ്ക് യു. പറയൂ. അബ്ദുൾ റഷീദ്, അബ്ദുറഹ്മാൻ. എനിക്ക് മനസ്സിലായില്ല. രണ്ട് പേര് കാണുന്നുണ്ട്. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെതാണ്. ഇത് ഇന്നത്തെ പോസ്റ്ററാണ്. ഇതല്ല കേട്ടോ, മാറിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷന്റെ പോസ്റ്ററാ ഷെയർ ചെയ്ത്. ഓക്കെ, യെസ്. അടുത്ത ആരാ പറയാ? നീട്ടിക്കൊണ്ടുപോകുന്നില്ല, പെട്ടെന്ന് പറയൂട്ടോ. നമുക്ക് കർമ്മം ചെയ്യണ്ടേ? ഇവിടെ ഇരുന്നാ പോരല്ലോ. കർമ്മം ചെയ്യണം. അതേ പറയൂ. നുസ്രത്താണ്. മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ക്ലാസ്സിൽ വരുന്നത്. പിന്നെ EFT എന്ന് പറഞ്ഞാല് നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞു പോണ മാതിരിയല്ല. EFT എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. സാറ് നോളജ് പിന്നെ വളരെ ഉപകാരപ്പെടും. നമ്മളിപ്പോ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് നമ്മൾ കേൾക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് അല്ലേ മാക്സിമം ഒരു ദിവസമൊക്കെ നമുക്ക് ആ എനർജി നിൽക്കുള്ളൂ. പക്ഷെ EFT എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മുഴുവൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്, ഒരു പ്രാക്ടിക്കൽ ടൂളാണ്. അത് മാക്സിമം എല്ലാവരും വരാത്തവരൊക്കെ ഇത് പിന്നെ യൂസ് ചെയ്യുക. ഒരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റിനും സെൽഫ് ഡെവലപ്മെന്റിനും തയ്യാറാവുക. വളരെ ഉപകാരപ്പെടും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറേ ആളുകൾ ഇനിയും സംസാരിക്കേണ്ടത്, നമ്മുടെ ടൈം മുന്നോട്ട് പോയതുകൊണ്ട് ഞാനധികം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമുക്ക് TC ഉണ്ട്. കോഴ്സ് ചെയ്ത ആളുകൾ TCയിൽ കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ആരും മറക്കരുത്. നാളെ നമുക്ക് ഗംഭീരമായുള്ളൊരു പ്രോഗ്രാം ആക്കി നാളെയും മറ്റന്നാളും നമുക്ക് 1K അടുത്ത് എത്തും. 980 ഒക്കെ എത്തി നമുക്ക് അല്ലേ? ഇന്നലെ 1K പോയി, 980 അടുത്ത് വന്നു. എനിവേ, എന്തായാലും 1K തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ 1K ക്ലബിൽ വന്ന എല്ലാവരെയും എൻ്റെ ഹൃദയത്തിന് അടിത്തറയിൽ സന്തോഷം അറിയിക്കാം കേട്ടോ.
ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. കുറെ ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം പറയാം. നാളേക്ക് പറയട്ടെ, നാളെ അവസരം കിട്ടും. ഓക്കെ, താങ്ക് യു, ബൈ.